ശ്രീ എ കെ ഷാനിബ്, ഈ ഒരു പ്രയോഗമുണ്ട്, ഈ കൂടെ കിടന്നവർക്കാണ് രാപ്പനി അറിയുന്നതെന്നൊക്കെ. അപ്പോൾ ഷാനിബ് അടക്കമുള്ളവർ നേരത്തെ ഇതൊക്കെ പറയുമായിരുന്നു, രാഷ്ട്രീയ ആരോപണമായി നിങ്ങളുടെ മേൽ അടിച്ച ഈ രീതിയിലാണോ നിങ്ങളോട് ഉള്ളിലൊക്കെ പെരുമാറുന്നത് വി ഡി സതീശൻ? തീർച്ചയായും ഈ കൂടെ കിടന്നവരെ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞതുപോലെ 2-3 തവണയായി ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ, ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ അന്ന് യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സമയത്ത് നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെ കണ്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഞാൻ തീരുമാനിക്കും, നിങ്ങൾ പറയണ്ട. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് ചോദിച്ചൊരു പിന്നെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളോട് KPCC പ്രസിഡന്റ് ഉറപ്പ് തന്നതാണ്, അപ്പോ പ്രതിപക്ഷ നേതാവ് കൂടി ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം ചാടിക്കളിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അന്ന് പ്രതികരിച്ചത്. KPCC പ്രസിഡന്റ് അല്ല, ആര് പറഞ്ഞിട്ടും കാര്യമില്ല, അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു ധാർഷ്ട്യം നേരിട്ട് കണ്ടതാണ്. പക്ഷെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് സഹതാപമാണ് തോന്നിയത്. കാരണം ഇങ്ങനെ ഇത്രയും സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ കാര്യ സമിതിയിൽ പ്രസംഗിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അനിൽകുമാറിനെ പോലെയുള്ള നേതാക്കൾ അവിടെ മിണ്ടാതിരിക്കാൻ പറയുന്നു, അത് നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കണ്ട എന്ന് പറയുന്നു. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് പിന്നെ മീറ്റിംഗ് വിളിക്കാൻ പറയുമ്പോൾ KPCC പ്രസിഡന്റിനോട് മീറ്റിംഗ് വിളിക്കാൻ പറയുമ്പോൾ എനിക്ക് സൗകര്യമില്ല എന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. അങ്ങനെ കഴിഞ്ഞ കുറെ കാലങ്ങളായി പാർട്ടി തന്റെ കീഴിലാണ്, തന്റെ കയ്യിലാണ്, ഉള്ളം കയ്യിലാണ് എന്നൊക്കെ വിചാരിച്ച് നടന്നിരുന്ന ഒരാൾക്ക് തിരിച്ചടികൾ, നിരന്തരമായി തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. രമേശ് ചെന്നിത്തല പിന്നെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുന്നതിന് മുൻപ് തന്നെ വിഷയങ്ങൾ പലതും പിന്നെ ഉണ്ടയിലവിടികളാണെങ്കിൽ പോലും അതെല്ലാം കണ്ടെത്തി പത്രസമ്മേളനങ്ങൾ നടത്തുന്നു. ഒരു പ്രതിപക്ഷ നേതാവായി തന്നെ അദ്ദേഹം ആക്ട് ചെയ്യുന്നു. ഇന്നലെയും ഇന്നുമൊക്കെയായി അദ്ദേഹം ആദിവാസി മേഖലകളിൽ അദ്ദേഹത്തിന്റെ യാത്ര നടത്തുന്നു. ഒരു സമാന്തര സംവിധാനമായി, പ്രതിപക്ഷ സംവിധാനമായി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തിക്കുന്നു. രമേശ് ചെന്നിത്തല NSSന്റെ യോഗത്തിൽ പോയപ്പോൾ ഞാൻ മാരാമൻ കൺവെൻഷനിൽ പോകാനിരിക്കുന്ന ആളാണ് എന്ന് വീമ്പിളക്കിയ വി ഡി സതീശനെ അവിടെ നിന്നും വെട്ടുന്നു. ഇങ്ങനെ തുടങ്ങി നിരന്തരം തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇതുപോലെ പ്രതികരിക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടിട്ട് എനിക്ക് സഹതാപമാണ് തോന്നിയത്. മിനിറ്റുകളോളം അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ട് മിനിറ്റുകളോളം അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഭരണപക്ഷത്തു നിന്നുള്ള ആളുകൾ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യത്തോട് മറുപടി പറയാൻ കഴിയാതെ സ്തബ്ധനായി നിൽക്കുകയും ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് ഒരാൾ പോലും പ്രതിപക്ഷ നേതാവിനെ അനുകൂലിച്ചുകൊണ്ടോ സഹായിക്കാനോ ഒരാളും വരുന്നില്ല. മിനിറ്റുകളുള്ള അദ്ദേഹം നോക്കി നിന്നിട്ട് എന്നിട്ട് തിരിഞ്ഞു നോക്കി അദ്ദേഹം തന്നെ ആവശ്യപ്പെടുകയാണ്, ഒന്ന് ഇറങ്ങ്, ഒന്ന് പ്രതിഷേധിക്കൂ എന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടാണ് PC വിഷ്ണുനാഥാണെന്ന് തോന്നുന്നു തൊട്ടുപുറകെ പിന്നെ രണ്ടാമത്തെ നിരയിൽ ഇരിക്കുന്നത്. അദ്ദേഹം അപ്പോഴാണ് 2 തവണ ആവശ്യപ്പെട്ടപ്പോഴാണ് PC വിഷ്ണുനാഥ് അനങ്ങിയത്, അവിടെ നിന്ന് അനങ്ങാൻ തയ്യാറായത്. അപ്പൊ താൻ പാർട്ടിയിൽ എത്രത്തോളം ഒറ്റപ്പെട്ടു പോയെന്നും തന്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഈ ധാർഷ്ട്യവും അഹങ്കാരവും ആളുകളെ അകറ്റലും മാറ്റി നിർത്തലും കൊണ്ട് എത്രത്തോളം തന്നിൽ നിന്ന് അകന്നുപോയി എന്ന് തിരിച്ചറിഞ്ഞ ഒരാളുടെ പ്രതികരണമായിട്ടാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാൻ കണ്ടത്. എന്തായാലും ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് ഉള്ളത്. നമുക്കറിയാം, വയനാട് ബഹുമാനായ DCCയുടെ ട്രഷറർ പിന്നെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി, NM വിജയൻ. അദ്ദേഹത്തിന്റെ മക്കൾ ഇദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോ പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച സമയത്തും പറഞ്ഞ പ്രതികരണം എന്താണ് നമ്മൾ കണ്ടു. നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന്. ആരോടായി ചോദിക്കുന്നത്? സ്വന്തം പിതാവ് നഷ്ടപ്പെട്ട്, പിതാവും സഹോദരനും നഷ്ടപ്പെട്ട് ആ സങ്കടം പറയാൻ വേണ്ടി ചെന്ന ഒരാളോടാണ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചത്. നടക്കില്ല. അത് പണ്ട് K മുരളീധരൻ ഞാൻ എന്ന് പറയുന്നത് ഒരു വിഷയം പറയുമ്പോൾ 100 തവണ ഞാൻ പറയും. അതെ. അത് കഴിഞ്ഞ് പത്രക്കാർ അതിനെ കുറിച്ച് ചോദിക്കുമ്പോ അതപ്പോ അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറയുന്നല്ല, എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കി, എന്റെ അടുത്ത് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ കരുതുന്നുണ്ടോ എന്നൊക്കെ പത്രക്കാരോട് അതിന് ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ആ കുടുംബത്തെ അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ കുടുംബം CPM-ഉം BJP-യും പണം തരാമെന്ന് പറഞ്ഞു എന്ന മട്ടിലൊക്കെ അതിന് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങൾ കോൺഗ്രസിനകത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി
ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ അതെല്ലാം വെളിവാക്കപ്പെടുകയാണ്. എന്താണ് ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നം, പാർട്ടിക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ ഒരു ഭാഗം ഇപ്പൊ കൃത്യമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പുനഃസംഘടന എന്ന കാര്യം അത് ഗണപതി കല്യാണം പോലെ ഇതാ ഇങ്ങനെ നാളെ എന്ന നീളെ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു പ്രധാനപ്പെട്ട ഇപ്പൊ എന്താണ് അവിടെ നടക്കുന്ന ചർച്ച, എന്താണ് അവിടെ നടക്കുന്ന തർക്കം, എന്താണ് പാർട്ടിക്കകത്ത് പുനഃസംഘടനയുണ്ടോ, പ്രതിപക്ഷ നേതാവ് മാറുന്നുണ്ടോ, KPCC പ്രസിഡന്റ് മാറുന്നുണ്ടോ, മാറ്റിയാൽ KPCC പ്രസിഡന്റ് ഈ പാർട്ടിയിൽ തന്നെ ഉണ്ടാവൂ എന്ന നിലയിലുള്ള ചർച്ചകളും മുഖ്യമന്ത്രി ആരാവണം എന്ന് തുടങ്ങിയ ചർച്ചകൾ നടക്കുകയാണ്. ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയം ഏറ്റെടുക്കാനോ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും കഴിയാത്ത വിധം ഇത്തരത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഉഴലുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് കഴിഞ്ഞ കുറെ കാലങ്ങളായി. എങ്ങനെയാണോ ആ പാർട്ടി പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുകയാണ്. അത് ഞങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഞങ്ങൾ രാഷ്ട്രീയമായി പറയുന്നു എന്നാണ് അവർ അതിനെ വിമർശിച്ചിരുന്നെങ്കിൽ അതെല്ലാം ഇന്ന് ഇതാ ഇങ്ങനെ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ നിയമസഭയിലടക്കം പാർട്ടി മൈക്കിന് മുമ്പിൽ പത്രസമ്മേളനത്തിന് മുമ്പിലൊക്കെ എന്താണ് KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ചത്, എന്താണ് പ്രതിപക്ഷ നേതാവ് എന്നാ പിന്നെ നിങ്ങൾ ഉണ്ടാക്ക് എന്ന് പറഞ്ഞ് മൈക്ക നീക്കി വെച്ചു കൊടുത്തത്, ഇങ്ങനെ ഒരു പക്വതയുമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവും ഒരു തരത്തിലും ഓർമ്മ കുറവുള്ള ഒരു KPCC പ്രസിഡന്റും താനാണ് പ്രതിപക്ഷ നേതാവ് എന്ന് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയും ഇതെല്ലാം കലങ്ങുമ്പോ ഇതെല്ലാം അടിച്ച് കലങ്ങി കുളം കലങ്ങുമ്പോ മീൻ പിടിക്കാൻ കാത്തു നിൽക്കുന്ന KC വേണുഗോപാലും ഒക്കെയായി ആ പാർട്ടി വളരെ രസകരമായ ഒരു കൗതുക കാഴ്ചയായി ആ പാർട്ടി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ സംഭവങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. കൺവിൻസ്ഡ്. AK ഷാനിബ്, താങ്ക് യു.